തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ടി.എൻ. പ്രതാപന് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമാണ്. പരാതികളുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി.എൻ. പ്രതാപനെ അറിയിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്താണ് അതിൽ ടി.എൻ. പ്രതാപനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? പിഴവുകളൊന്നും പറ്റിയിട്ടില്ല, ഇനി എന്തെങ്കിലും പിഴവുകൾ പറ്റിയതായി തങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന നിലയിലാണ് ആ വിശദീകരണം എന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും വിശദീകരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. ഈ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ടി.എൻ. പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ടി.എൻ. പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടി നൽകുന്നത്. പറയുന്ന കാര്യം, വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമാണ്, നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പരാതികൾ ഉണ്ടെങ്കിൽ, അതായത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രക്രിയയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആ മറുപടിയിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസിന് നൽകിയിട്ടുള്ള തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ടി.എൻ. പ്രതാപന്റെ മൊഴി തിങ്കളാഴ്ച എടുക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ആ നടപടിക്രമം പുരോഗമിക്കുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി ടി.എൻ. പ്രതാപന് നൽകിയിരിക്കുന്നത്. വിജയകുമാർ, വീഴ്ച പറ്റിയിട്ടില്ല, ഇനി എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടി.എൻ. പ്രതാപന് നൽകിയ മറുപടിയിൽ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.